നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. 3 വയസ്സുകാരിയെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്ന കേസിൽ കുട്ടി പീഡനത്തിനിരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. 3 വയസ്സുകാരിയുടെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്. പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകളാണ് പീഡനത്തിൻ്റെ സൂചനകൾ നൽകിയത്. ഇന്നലെ പകൽ മുഴുവൻ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് ഒടുവിലാണ് കുട്ടിയുടെ പിതാവിൻ്റെ ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളിൽ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആണെന്ന് കാണുമ്പോൾ റഫർ ചെയ്യുന്നത് ശരിയല്ലെന്നും എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വീണ്ടും റോഡ് തകർന്നു. കുളിയങ്കാലിലാണ് റോഡ് ഇടിഞ്ഞു താണത്. റോഡിൽ പലയിടത്തും വിള്ളലുണ്ട്. വീടുകൾക്ക് സമീപത്തേക്ക് റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടാണ് ഇവിടങ്ങളിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത്. അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന കൂരിയാട് ഭാഗത്ത് റോഡ് ഇടിഞ്ഞ സംഭവത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയ വിദഗ്ധ സംഘം സിമന്റ് കട്ട കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിനാൽ അസ്വാഭാവികതയില്ലെന്നും റോഡിന് താഴെയുള്ള മണ്ണിൻ്റെ പ്രശ്നമാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായി പഠിച്ച ശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിദഗ്ധ സംഘം അറിയിച്ചു. സ്മാർട്ട് റോഡ് ഉദ്ഘാടന വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി MP രാജ. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിട്ടില്ലെന്നും വസ്തുതാവിരുദ്ധമായ വാർത്തയാണ് പുറത്തുവരുന്നതെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് അന്യായമാണ്. നിഷ്കളങ്കമായി കൊടുക്കുന്നതല്ല ഇത്തരം വാർത്തകളെന്നും എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്നും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് മന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിനു പിന്നാലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യതാ പ്രവചനവും എത്തി. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്തിയതായി വിവരം. വനം വകുപ്പിൻ്റെ തെരച്ചിലിൽ കേരള എസ്റ്റേറ്റ് എസ് വളവിലാണ് കടുവയെ കണ്ടത്. മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി വനം വകുപ്പ് അറിയിച്ചു. കടുവ പ്രദേശത്തിറങ്ങുന്നതിൻ്റെ പല CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മലയോര മേഖലയിൽ ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിന് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രകാരം പുനർവികസിപ്പിച്ച വടകര, മാഹി, ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് സജ്ജമായി. രാജ്യത്തുടനീളമുള്ള 103 അമൃത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് വ്ളോഗർ രോഹിത്തിനെതിരെ കേസ്. രോഹിത്തിൻ്റെ സഹോദരി നൽകിയ പരാതിയിലാണ് ആലപ്പുഴ വനിതാ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് രോഹിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സംവിധായകൻ ബാലചന്ദ്ര മേനോനെതിരെ ബലാത്സംഗ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെ ഭീഷണിപ്പെടുത്തുകയും സമൂഹമാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തെന്നാരോപിച്ച് ബാലചന്ദ്ര മേനോൻ നടിക്കെതിരെ മറ്റൊരു പരാതി നൽകിയിരുന്നു. ഈ കേസിലാണ് നടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം ഒരാൾക്ക് 7 A+ഉമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ള 3 പേരും വിജയിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫലം പ്രസിദ്ധീകരിച്ചത്. ബീഫ് ഫ്രൈയും പൊറോട്ടയും ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ഗ്രേവി സൗജന്യമായി നൽകിയില്ലെന്ന പരാതിയിൽ നിലനിൽക്കുന്നതല്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ
തർക്കപരിഹാര കമ്മീഷൻ പറഞ്ഞു. എറണാകുളം സ്വദേശി ഷിബു എസ് കോലഞ്ചേരി 10-ാം മൈലിലെ ദി പേഷ്യൽ ടേബിൾ എന്ന റെസ്റ്റോറൻറ്റിനെതിരെ നൽകിയ പരാതി പരിഗണനാർഹമല്ലെന്ന് വ്യക്തമാക്കിയാണ് നിരാകരിച്ചത്. പൊറോട്ടയും ബീഫ് നൽകുമ്പോൾ ഗ്രേവി സൗജന്യമായി നൽകാത്തത് സേവന ന്യൂനതയായി പരിഗണിക്കാനാവില്ലെന്ന് ഹോട്ടൽ ഉടമയ്ക്കെതിരായ പരാതി നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൽ നിന്ന് 3 ആൺകുട്ടികളെ കാണാതായതിന് പിന്നാലെ 2 കുട്ടികളെ കണ്ടെത്തി. താമരശ്ശേരി, കുരുവട്ടൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത്. മൂന്നാമനായി പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടികളെ കാണാതായത്. കണ്ണൂരിൽ പയ്യന്നൂരിൽ പേരമകൻ്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. 88 വയസ്സുള്ള കാർത്യാണിയാണ് മരിച്ചത്. പേരമകൻ റിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടെ താമസിക്കുന്നു എന്ന വിരോധത്താൽ പയ്യന്നൂരിലെ കണ്ടങ്ങാണിയിലെ വീട്ടിൽ വെച്ച് പേരമകൻ റിജു ഇവരെ ചവിട്ടി വീഴ്ത്തുകയും തല ചുമരിലിടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഹോം നഴ്സിൻ്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത്. പേരമകൻ്റെ മർദ്ദനമേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുളിമുറിയിൽ വീണു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിൽ അച്ഛൻ്റെ കാൽ തല്ലിയൊടിച്ച മകൻ പിടിയിൽ. കല്ലേറുംകടവ് സ്വദേശി അനൂപാണ് പിടിയിലായത്. 76 വയസ്സുകാരൻ അനൂപിൻ്റെ കാലാണ് അനൂപ് തല്ലിയൊടിച്ചത്. അമ്പുവിൻ്റെ കാലാണ് അനൂപ് തല്ലിയൊടിച്ചത്. സ്വത്ത് ഭാഗം വെക്കാൻ വിസമ്മതിച്ചെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. പാകിസ്ഥാന്റെ ഭീകരബന്ധം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാനുള്ള എംപിമാരുടെ ആദ്യ പ്രതിനിധി സംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു. സഞ്ജയ് കുമാർ ജ നയിക്കുന്ന സംഘത്തിൽ ജോൺ ബ്രിട്ടാസും അംഗമാണ്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ബോധ്യപ്പെടുത്താനുള്ള എംപിമാരുടെ പ്രതിനിധി സംഘം 32 രാജ്യങ്ങളിലെത്തും. അതേസമയം സർവകക്ഷി സംഘത്തെ അയക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മാർച്ച്. മലപ്പുറം കോഹിന്നൂറിലെ നിർമ്മാണ കമ്പനി KNRC ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. അതിനിടെ അബിൻ വർക്കിയെയും മുഴുവൻ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സ്മാർട്ട് റോഡ് ഉദ്ഘാടന വിവാദവുമായി പുറത്തുവരുന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്ന് മാറിയത് ആരോഗ്യ കാരണങ്ങളാണെന്ന് കുറിപ്പിൽ പറയുന്നു. വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കി. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത 66-ൽ വിള്ളൽ. മേൽപ്പാലത്തിന് മുകളിൽ ടാറിട്ട ഭാഗത്താണ് വിള്ളൽ. 50 മീറ്റർ നീളത്തിൽ രൂപപ്പെട്ട വിള്ളൽ ടാറും പൊടിയുമിട്ട് അടക്കാനും ശ്രമം നടന്നു. ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത ഭാഗത്താണ് വിള്ളൽ കണ്ടത്. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത 66-ൽ മേൽപ്പാലത്തിൽ റോഡിൽ ടാറിട്ട ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യയാണ് ദേശീയപാത അധികൃതരോടും പോലീസിനോടും റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ശബരിമലയിൽ തീർത്ഥാടക ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ആചാര സംരക്ഷണ സമിതി ഹൈക്കോടതിയിലേക്ക്. ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് ആചാര സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് തെലങ്കാന സ്വദേശി ഈ ഭരതമ്മക്ക് 64 വാട്ടർ കിയോസ്കിൽ നിന്ന് ഷോക്കേറ്റത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്തി ഗ്രീൻ ഷോപ്പിയുടെ നല്ല കുടിവെള്ളം പദ്ധതിയിൽ ഏറ്റവും ചെറിയ വിലക്കൊരു വാട്ടർ പ്യൂരിഫയർ എത്തിയിരിക്കും. 2 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ. ഈ വാട്ടർ പ്യൂരിഫയറിന്റെ MRP 1900 രൂപ. 500 രൂപ ഓഫറിന്റെ കഴിച്ച് 1400 രൂപ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി ഉണ്ട്. 9447151447 കീയോടുകൂടി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ.